വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS അക്കൗണ്ടൻസിയിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് 9 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10 മുതലാണ് അല്ലേ. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? Which account is used for the revaluation of assets and reassessment of liabilities? എന്ന് പറഞ്ഞാൽ അസറ്റ് റീവാല്യൂ ചെയ്യാനും ലയബിലിറ്റി റീഅസസ്മെന്റ് ചെയ്യാനും ഏത് അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് റീഅസസ്മെന്റ് അക്കൗണ്ട് ആണ്. അത് അല്ല, അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. ഓക്കെ, അടുത്ത റീവാലുവേഷൻ അക്കൗണ്ട് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അസറ്റ് അക്കൗണ്ട് അല്ല, ലയബിലിറ്റി അക്കൗണ്ട് അല്ല. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ്? രണ്ടാമത്തെ ചോദ്യം ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതിലൊന്ന് സെലക്ട് ചെയ്താൽ മതി. ദ എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ണർ ഈസ് ട്രാൻസ്ഫർ ടു ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഇൻ വിച്ച് റേഷ്യോ എന്ന് പറഞ്ഞത്. ഇവിടെ ചോദ്യം എന്താ പറയുന്നത്? പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന എമൗണ്ട് പഴയ പാർട്ണേഴ്സ് ഏത് റേഷ്യോയിലാണ് വീതം വെക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല ഏത് എമൗണ്ടാന്നുള്ളത് കേട്ടോ. 2 ടൈപ്പ് എമൗണ്ട് ആണ് അവർ കൊണ്ടുവരിക പുതിയ പാർട്ണർ. ഏതൊക്കെയാണ്? ക്യാപിറ്റലും കൊണ്ടുവരും, ഗുഡ് വില്ലും കൊണ്ടുവരും. ഒരു സ്ഥാപനത്തിലേക്ക് പുതുതായിട്ടൊരു പാർട്ണർ വരുമ്പോൾ 2 തരം എമൗണ്ട് ആണ് അവർ കൊണ്ടുവരിക അല്ലേ. ഏതാണ്? ക്യാപിറ്റലും കൊണ്ടുവരും, ഗുഡ് വില്ലും കൊണ്ടുവരും. ഓക്കെ, ക്യാപിറ്റൽ ആര് വീതം വെക്കാൻ പറ്റില്ല? പഴയ പാർട്ണേഴ്സ് വീതം വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെ മാറ്റി നിർത്തുക. അപ്പൊ അത് ഉദ്ദേശിച്ചത് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ എന്നായിരിക്കും. പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് പഴയ പാർട്ണേഴ്സ് വീതം വെച്ചെടുക്കുകയാണ് ചെയ്യുക. അത് ഏത് റേഷ്യോയിലാണ് എന്നതാണ് ചോദ്യം. സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. ഏത് റേഷ്യോയിലാണ് ചെയ്യുക? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുക. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് ഡാഷ്. ഇവിടെ ഫോർമുല ഫുൾ ആക്കാനാ പറഞ്ഞു അല്ലേ. അപ്പൊ എന്താ ഉത്തരം വരുന്നത്? നോർമൽ പ്രോഫിറ്റ്. നിങ്ങൾ ഇത് ഗുഡ് വിൽ കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതിന്റെ ഫോർമുലാസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിൽ ഏത് ചോദ്യവും ഇതുപോലെ വരാം. ഓക്കെ, അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഉത്തരം സി ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അടുത്തത് 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യത്തിലും എന്തുണ്ട്? സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. എന്താണ് ചോദ്യം നോക്കാം. The discount on reissue of forfeited shares debited to dash account. ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് അല്ലേ. ഫോർഫീറ്റ് ചെയ്ത ഷെയർ എന്നാൽ ക്യാൻസൽ ചെയ്ത ഷെയർ അല്ലേ. പേയ്മെന്റ് അടക്കാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്ത ഷെയറുകളുണ്ട്. അത്തരം ഷെയറുകൾ നമ്മൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക? റീഇഷ്യൂ ചെയ്യുക, വീണ്ടും ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അത് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലാണ് വരിക, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ആണ് വരിക, ബാങ്ക് അക്കൗണ്ട് ആണ് വരിക, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് വരിക. ഇതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ആണ് ഉത്തരമായിട്ട് വരാം. ക്ലിയർ? ഇനി അടുത്തത് നമ്പർ 2 ആണ് വരുന്നത്. ദ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിന് ബാക്കിയാണ് അല്ലേ. നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ലാഭമുണ്ടെങ്കിൽ അത് നമ്മൾ എവിടേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ? അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. 13 നമ്പർ 1
വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ്, ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ദ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഡാഷ് അല്ലേ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ആണ് വരുന്നത്, പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ആണ് വരുന്നത്, പിന്നെന്താണ് കോൾഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ആണോ വരുന്നത്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ആണോ വരുന്നത്. ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. കോൾഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ആണ് വരേണ്ടത്. ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോൾഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ആണ്. കോൾഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ആണ്. ഇനി നമ്പർ 2 വരുന്നുണ്ട്. എന്താ വരുന്നത്? ഇഫ് ഷെയർ ഓഫ്, ഇത് ഓറാണ് കേട്ടോ, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇഫ് ഷെയർ ഓഫ് ₹100 ഓൺ വിച്ച് 40 ഹാസ് ബീൻ പെയ്ഡ് എന്ന് പറഞ്ഞാൽ 100 രൂപേൻ്റെ ഷെയർ ആണ്, അതിൽ 40 രൂപ അടച്ചു, അത് നമ്മൾ ഫോർഫീറ്റ് ചെയ്യാണ്. 100 രൂപയാണ് ഷെയറിന്റെ വാല്യൂ, അതിൽ 40 രൂപ അടച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി അതിനർത്ഥം എന്താ? 60 രൂപ അടച്ചിട്ടില്ല. അപ്പൊ ഷെയർ നമ്മൾ ക്യാൻസൽ ചെയ്തു. ആ ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ മിനിമം എത്ര പ്രൈസ് ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. മിനിമം എത്ര പ്രൈസ് ചാർജ് ചെയ്യണം? മിനിമം 60 ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ 100 രൂപേൻ്റെ ഷെയർ ആണ്, അതെന്താണ് 40 രൂപ അവിടെ അടച്ചിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ 60 രൂപ അടച്ചിട്ടില്ല. ക്ലിയർ? അപ്പോൾ അത്തരം ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ മിനിമം 60 രൂപയ്ക്കെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം, റീഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവിടെ ചോദ്യമായിട്ട് വരുന്നത്. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. അതിൽ നമ്പർ 1 ക്വസ്റ്റ്യൻ. ഇഫ് എ ഷെയർ ഓഫ് ₹10, 10 രൂപേൻ്റെ ഷെയർ ആണ്, അതെന്ത് ചെയ്തു? 3 രൂപ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ 10 + 3 ടോട്ടൽ 13 രൂപ വരിക. നോർമൽ വാല്യൂ 10 ആണ്. ഇവിടെ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുകയാണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യാണ്. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിലും കുറച്ച് പൈസക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഇതിലും കൂടുതൽ പൈസക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 10 ആണ് അതിന്റെ വാല്യൂ, 3 രൂപ പ്രീമിയം ആണ്. അപ്പോൾ ടോട്ടൽ എത്ര രൂപയാണ്? 13 രൂപയ്ക്കാണ് നമ്മൾ ഈ ഷെയർ വിൽക്കുന്നത്. ക്ലിയർ? പിന്നെ എന്താ പറഞ്ഞത്? ദ ഫുൾ എമൗണ്ട് ഹാസ് ബീൻ കോൾഡ്. അപ്പോൾ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ₹8 ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 13-ൽ എന്താണ് 8 രൂപ അടച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫോർഫീറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ ചോദ്യം? ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര ഡെബിറ്റ് ചെയ്യാന്നാണ്. ഷെയർ ക്യാപിറ്റൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോൾഡ് അപ്പ് എമൗണ്ട് ആണ് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കോൾഡ് എമൗണ്ട് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എമൗണ്ട് എത്ര വരുന്നത്? ഫുൾ എമൗണ്ട് പറഞ്ഞാൽ മൊത്തം 13 ആണെങ്കിലും എന്താണ് ശരിക്കും ഷെയറിന്റെ വാല്യൂ എത്രയേ ഉള്ളൂ? 10 രൂപയിലുള്ളൂ. അപ്പോൾ 10 രൂപയാണ് ഇവിടെ വരിക ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം സി ആണ് ഇവിടെ വരിക കേട്ടോ. ഇനി അടുത്തത് 14ാമത്തേൽ 2ാമത്തെ ചോദ്യമാണ്. ഓർ ക്വസ്റ്റ്യൻ ആണ്. ABC ലിമിറ്റഡ് ഫോർഫീറ്റഡ് 200 shares of ₹10 each. Okay. For non-payment of final call of ₹2 per share. Final call of ₹2 per share. All the forfeited shares were reissued at ₹9 per share. What amount will be transferred to the capital reserve account? വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്, പക്ഷേ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് അതൊന്ന് വിശദീകരിക്കാം. എത്രയാണ്? 200 ഷെയർസ് ആണ് ഉള്ളത്, അതിൽ ഫോർഫീറ്റ് ചെയ്തത്. അതിന് 10 രൂപ ആയിരുന്നു. അതിൽ അടക്കാത്ത പൈസ എന്ന് പറയുന്നത് 2 രൂപയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അടച്ച പൈസ 8 രൂപയാണ്. അടച്ച പൈസ 8 രൂപയാണ്. അപ്പോൾ 200 ഷെയർ ഉണ്ട്. ഓക്കെ, 200 ഷെയർ ഉണ്ട്. എത്ര രൂപ ഉള്ളത്? ഓരോ ഷെയറിനും 8 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. അത് 8 രൂപ എങ്ങനെ കിട്ടിയത്? 2 രൂപ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 8 രൂപ അടച്ചു എന്നാണ്. അപ്പോൾ 1600 രൂപ അവർ അടച്ചിട്ടുണ്ട്. ഓക്കെ, ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ട് എത്ര ഉണ്ടാവും? ആ 1600 രൂപ കമ്പനിക്കുള്ളതാണ്. 2 രൂപ അടച്ചിട്ടില്ല, അതിനർത്ഥം 8 രൂപ അടച്ചു.
ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് അടച്ച എമൗണ്ട് ആർക്കുള്ളതാണ്? കമ്പനിക്കുള്ളതാണ്. അപ്പോൾ 200 ഷെയറിന്റെ 8 രൂപ വെച്ചിട്ട് 1600 രൂപ കമ്പനിക്കുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. ആ ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുക, വേറൊരാൾക്ക് എന്ത് ചെയ്യുക? വിൽക്കുകയാണ് അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 9 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര നഷ്ടം? 10 രൂപന്റെ ഷെയർ ആണ്, അത് നമ്മൾ 9 രൂപക്കാണ് കൊടുക്കുന്നത്. ശരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപന്റെ ഷെയർ ആണ്, അത് നമ്മൾ 9 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഷെയറുമിലും 1 രൂപ വെച്ചിട്ട് നഷ്ടമാണ്. അപ്പോൾ 200 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 200 വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 1400 വരുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഈ 1400 ആണ് എന്ത്? എവിടേക്ക് മാറ്റുക? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ഉണ്ടോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയണോ? എന്താ പറഞ്ഞത്? കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയണോ ചോദിക്കണം കേട്ടോ. 200 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അവിടെ എന്താ പറഞ്ഞത്? 2 രൂപ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താണ്? 8 രൂപ അവർ അടച്ചിട്ടുണ്ട്. ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ അടച്ച പൈസ കമ്പനിക്കുള്ളതാണ്. അപ്പോൾ 200 ഇൻറ്റു 8 1600 രൂപ കമ്പനിയിൽ പോക്കറ്റിലുണ്ട്. ക്ലിയർ? ഇനി ആ ഷെയറുകൾ നമ്മൾ മറ്റൊരാൾക്ക് റീഇഷ്യൂ ചെയ്തു. അങ്ങനെ റീഇഷ്യൂ ചെയ്തപ്പോൾ എന്തുണ്ടായത്? 1 രൂപ നഷ്ടത്തിലാണ് കൊടുത്തത്. അപ്പോൾ 200 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 200 രൂപ നഷ്ടമാണ്. ഓക്കെ. ഫോർഫീറ്റ് ചെയ്തപ്പോൾ 1600 രൂപ കമ്പനിയുടെ കയ്യിലുണ്ട്. റീഇഷ്യൂ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 200 രൂപ നഷ്ടത്തിലാണ് പോയത്. അപ്പോൾ ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് എന്താണ്? ആ നഷ്ടം ഉണ്ടല്ലോ, റീഇഷ്യൂ ചെയ്യുമ്പോൾ നഷ്ടം നികത്തുന്നത് ഇതിൽ നിന്നാണ് നികത്തുക. ബാക്കിയുള്ള എമൗണ്ട് എത്ര ഉണ്ട്? 1400 ഉണ്ട്. ഈ 1400 എവിടേക്ക് മാറ്റും? ക്യാപിറ്റൽ റിസർവിൽ മാറ്റും. അതാണ് ഇവിടെ എ ഉത്തരമായിട്ട് വരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.